ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്ന വേദഭാഗം റോമൻസ് ചാപ്റ്റർ 1 വേഴ്സ് 16. പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം. അതിങ്ങനെയാണ്: ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ. ഇറ്റ് ഈസ് എ പവർ ഓഫ് ഗോഡ് ഫോർ സാൽവേഷൻ ടു എവ്രി വൺ ഹു ഹാസ് ഫെയ്ത്ത്. നമ്മൾ അതിലേക്ക് വരുന്നതിന് മുമ്പായി മറ്റൊന്ന് രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ സുവിശേഷം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ മറ്റുള്ള വ്യക്തികളോ സംഘടനകളോ അല്ലെങ്കിൽ മറ്റുള്ള എന്ത് പ്രസ്ഥാനവുമായിട്ടുള്ള നമ്മളുടെ ബാരിയേഴ്സ് അവിടെ തകർക്കപ്പെടുകയാണ്. ആദ്യമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് ഒരു പള്ളിക്കുള്ളിൽ തന്നെയുള്ള ബാരിയേഴ്സ് എങ്ങനെ തകർക്കപ്പെടുന്നു. ആദ്യമായി ഗോസ്പൽ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ആൾക്കാരുടെ ആത്മാവിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തുടങ്ങും. ദൈവം എന്തുമാത്രം നമ്മൾ കൂടെ പ്രവർത്തിച്ച് മറ്റുള്ളവരുടെ ആത്മാവിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, മറ്റുള്ള ആത്മാവിനെ രക്ഷയിലേക്ക് നയിക്കുവാനായിട്ട് നമ്മളെ പര്യാപ്തമാക്കുന്നു, ശക്തീകരിക്കുന്നു നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിനുവേണ്ടി ആ ഒരു രക്ഷാകരമായ ദൈവത്തിൻ്റെ ആ പ്രവൃത്തി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ള ആ ഒരു സുവിശേഷം, ഗോസ്പൽ, അത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ സുവിശേഷം നമുക്ക് ഒരിക്കലും ഹൃദയത്തിൽ, നമ്മുടെ സ്വന്തം ഹൃദയത്തിൽ തടച്ചിടാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതാണ് പൗലോസ് പറയുന്നത്, വളരെ ആവേശത്തോടെ പറയുന്നതാണ്, ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ. കാര്യം അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ ശക്തി എന്തിനു വേണ്ടിയുള്ളതാണ്? രക്ഷയ്ക്കായിട്ടുള്ള ദൈവത്തിൻ്റെ ശക്തി. അപ്പോൾ അതൊരിക്കലും എൻ്റെ ഹൃദയത്തിൽ തന്നെ തളച്ചിടുവാൻ സാധിക്കില്ല. ഞാൻ മറ്റുള്ളവരോടൊക്കെ പ്രഘോഷിക്കും. സുവിശേഷം കാരണം ഞാൻ ഒരിക്കലും ലജ്ജിക്കില്ല. സ്പിരിച്വാലിറ്റിയുടെ ഒപ്പം തന്നെ, അല്ലെങ്കിൽ സെക്കൻഡറി ആയിട്ടുള്ള ഒരു കാര്യമാണ് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ. റിലീജിയൻ എന്ന് പറയുന്നത് തന്നെ ഈ സുവിശേഷീകരണം നടത്തുവാനായിട്ട് നമ്മൾ ലോകത്ത് മനുഷ്യർ കൺസ്ട്രക്റ്റ് ചെയ്ത ഒരു സിസ്റ്റമാണ് റിലിജിയൻ. അതിനൊരു ഹൈറാർക്കിക്കൽ ഓർഡറുണ്ട്. അതിനകത്ത് ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട്. ഏറ്റവും അവസാനമാണ് ലൈറ്റി, അൽമയർ. അപ്പോൾ നമ്മൾക്കൊക്കെയും ചില ഒബ്ലിഗേഷൻസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ നമ്മുടെ റിലീജിയൻ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു ഗോളിലേക്ക് എത്തുകയാണ്. അതായത് ആത്മാവിൻ്റെ രക്ഷയ്ക്കായിട്ടുള്ള ആ ഗോളിലേക്ക് എത്തുവാനായിട്ടാണ് റിലീജിയൻ, കുദാശകൾ, നിയമങ്ങൾ. നമ്മളൊരു ഉദാഹരണത്തിന് നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്, എങ്ങനെയായിരിക്കണം, നമ്മൾ പാദരക്ഷകൾ പുറത്ത് ഉപേക്ഷിക്കുക, സ്ത്രീകളാണെങ്കിൽ ശിരോവസ്ത്രം ധരിക്കുക, അങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ റിലീജിയൻ്റെ ഭാഗമാണ്. സ്പിരിച്വാലിറ്റിയുടെ വലിയ സ്പിരിച്വാലിറ്റി ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം ഒരുപക്ഷെ ഇത് സ്പിരിച്വാലിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെ അവിശ്വാസത്തിലേക്ക് തള്ളിവിടുന്നത് പ്രിവെൻറ്റ് ചെയ്യുമായിരിക്കും. ദൈവത്തിൻ്റെ മുമ്പിലേക്ക് വരുന്നവരെ നമ്മൾ വളരെ ഹമ്പിളായിട്ടും ഹ്യൂമിലിറ്റിയോടുകൂടി കയറി വരുവാനായിട്ടാണ് ശിരവസ്ത്രമൊക്കെ ധരിച്ച് ശബ്ദം താഴ്ത്തി സംസാരിച്ച്, ഒരുപക്ഷെ ശബ്ദിക്കാതെ തന്നെ പള്ളിക്കകത്തിരിക്കുന്ന കാര്യം. പള്ളി എന്ന് പറയുന്നത് നമ്മൾ ദൈവസാന്നിധ്യം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ് ദേവാലയം. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ഭവ്യതയോടെ, വളരെ ബഹുമാനത്തോടുകൂടി, വളരെ ആദരവോടുകൂടിയും, ഒരുപക്ഷെ ചില ആൾക്കാർക്ക് ഭയം കാണും. ദൈവത്തെ ഭയക്കേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ എല്ലാം കൂടെ ഉള്ള ഒരു റെവറൻസാണ് നമ്മൾ പള്ളിക്കുള്ളിൽ കാണിക്കുന്ന ആ ഒരു ചിട്ടവട്ടം. അതൊരു നോമാണ്, ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അത് തെറ്റിക്കുവാനായിട്ട് ദൈവഭയമുള്ള ആൾക്കാർ സമ്മതിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുകയില്ല. സ്പിരിച്വാലിറ്റി കടന്നു വരുന്നത് പള്ളിയിലേക്ക് എപ്പോഴും വിശ്വാസികൾ തന്നെ വരണമെന്നില്ല. ഇതൊന്നും അറിയാൻ വരാത്ത ആൾക്കാരും വരും. അപ്പോൾ അവരൊരു പക്ഷേ ജീൻസ് ധരിച്ചായിരിക്കും വരുന്നത്. ഇപ്പം സ്ത്രീകൾ ടൈറ്റ്സ് ഒക്കെ ഇട്ട് വരുന്നത് എന്നൊക്കെ പറയും. അപ്പം അങ്ങനെയുള്ളവരുടെ മണ്ടയ്ക്ക് കുതിര കയറുന്ന ആൾക്കാർ റിലീജിയസ് ആണെന്ന് പറയും. അവർക്ക് ആ സുവിശേഷം ഇതുവരെ മനസ്സിലായിട്ടില്ല. കാര്യം ഒരിക്കലും നമ്മൾ ഒരാളുടെ അടുക്കെ ദേഷ്യപ്പെട്ട് ആക്രോശിച്ച് എന്ത് സംസാരിച്ചാലും നമ്മുടെ ഉള്ളിലെ ആ സാത്താൻ പുറത്തേക്ക് വന്നിട്ട് റിബൽ ചെയ്യാനേ നമ്മളെ സഹായിക്കത്തുള്ളൂ. അപ്പോൾ റിലീജിയൻ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സ്പിരിച്വാലിറ്റി അവിടെ ഉണ്ടായിരിക്കണം. ഗോസ്പൽ അതിനുള്ള മനുഷ്യരുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. സ്പിരിച്വാലിറ്റി ഇല്ലാതെ, ഗോസ്പൽ ഇല്ലാതെ ഒരു റിലീജിയനും ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ പോകില്ല. പ്രസ്ഥാനങ്ങൾ നടന്നു പോകുമായിരിക്കും, പക്ഷെങ്കിൽ ആത്മീയമായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ട് നടന്നു പോകില്ല. കാര്യം റിലീജിയൻ
സ്പിരിച്വാലിറ്റി ഇല്ലാത്ത റിലിജ്യൻ, ഗോസ്പൽ ഇല്ലാത്ത റിലിജ്യൻ, അത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. അതാദ്യമേ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഗോസ്പൽ നമ്മുടെ ഹൃദയത്തിൽ വരേണ്ട അത്യാവശ്യം. ഗോസ്പൽ നമ്മുടെ ഹൃദയത്തിൽ വരുവാണെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ ഒരു ഏലിയനായിട്ട് നമ്മൾ കരുതിയില്ല. അവരും നമ്മളെപ്പോലെ തന്നെ വീഴപ്പെട്ട് നിലത്ത് കിടക്കുന്ന ആൾക്കാരാണ്. ആദാമ്യ പാപത്താൽ താഴെ വീണപ്പെട്ട് കിടക്കുന്ന ആൾക്കാരാണ്. അതേപോലെ നമ്മൾ ദൈനംദിനമായിട്ട് ചെയ്യുന്ന ഓരോരോ അപരാധങ്ങൾ, ദൈവത്തിന് മുമ്പാകെ ചെയ്തിരിക്കുന്ന ഓരോ പാപങ്ങൾ, അതിനാലെല്ലാം തന്നെ നമ്മളെല്ലാം നിലത്ത് വീഴപ്പെട്ട ആൾക്കാരാണ്. ക്രൂശിൻ്റെ ശക്തി ഇല്ലാതെ നമുക്കൊരിക്കലും പിടിച്ചെണ്ണീച്ച് നിൽക്കാനായിട്ട് സാധിക്കില്ല. ഇത് മനസ്സിലാക്കിച്ച് തരുന്നത് ഗോസ്പലാണ്. അപ്പോൾ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഒരിക്കലും കുറ്റം പറയില്ല. നമ്മളും അവരും എന്നുള്ള ആ ചിന്താഗതി, അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആ മതിൽ അവിടെ തകർക്കപ്പെട്ട് താഴെ വീഴും. അപ്പോൾ ഒരു പള്ളിക്കകത്ത് തന്നെ സമാധാനം കൊണ്ടുവരുന്നതാണ് ഗോസ്പൽ. രണ്ടാമത്തേത്, മറ്റ് പല ഡിനോമിനേഷനും, ക്രിസ്ത്യൻ ഡിനോമിനേഷനും അവർ ഇതിൻ്റെ ഇടയ്ക്ക് പല പല വിശ്വാസ രീതികൾ കാണും, അല്ലെങ്കിൽ ആചാരങ്ങൾ കാണും. അപ്പോൾ അതെല്ലാം വെച്ച് നമ്മൾ പറയും നമ്മളുടെ വിശ്വാസമാണ് ഏറ്റവും മഹത്വമേറിയത് എന്ന് നമ്മൾ വിശ്വസിക്കും. അപ്പം നമ്മൾ അതിനകത്ത് അപമാനം കണ്ടെത്തും. അതിൻ്റെ കൂടെ വരുന്ന ഒരു പ്രശ്നമാണ്, റിലീജിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ് മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുക, അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക എന്നുള്ളത്. ഗോസ്പൽ നമ്മുടെ ഹൃദയത്തിൽ വരുവാണെങ്കിൽ നമുക്ക് സമാനതകൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ നമുക്ക് കാണില്ല, കണ്ണിൽ പെടുകയില്ല. കാര്യം നമ്മളെല്ലാവരും ഒരേ ഭക്ഷണം, വി ഓൾ പാർട്ടേക്ക് ഇൻ ദ സെയിം ബോഡി, ഒരേ ബ്രെഡ് നമ്മൾ കഴിക്കുന്നത്, അതായത് കുർബാന കഴിക്കുന്ന ആൾക്കാരാണ്, ദൈവത്തിൻ്റെ ശരീരവും രക്തവും പാനം ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. നമ്മൾക്കകത്ത് ഒത്തിരി സമാനതകൾ മാത്രമേ ഉള്ളൂ. ഒരിക്കലും വ്യത്യാസങ്ങൾ നമ്മളെ 2 വിഭാഗങ്ങളോ 3 വിഭാഗങ്ങളായിട്ട് മാറ്റിച്ച് നിർത്താനായിട്ട് നമ്മൾ സമ്മതിക്കുകയില്ല. ഗോസ്പൽ ഉണ്ടെങ്കിൽ ഇത് മനസ്സിലാകും, ഇടയ്ക്കുള്ള ബാരിയർ തകർന്ന് താഴെ വീഴും. മൂന്നാമത്, മറ്റുള്ള ആയിട്ട് തന്നെയാണെങ്കിലും നമ്മൾ തമ്മിലുള്ള ആ വേർതിരിവ്, ആ വ്യത്യാസങ്ങളെല്ലാം മറക്കുവാൻ സാധിക്കുന്നത് ഗോസ്പൽ കാരണമാണ്. കാര്യം സുവിശേഷം അറിയാവുന്ന ഏവർക്കും അറിയാം, ദൈവം അവൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച ആൾക്കാരാണ് എല്ലാവരും. ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരുടെയും ഇസ് മെയ്ഡ് ഇൻ ദ ലൈക്ക്നെസ് ഓഫ് ഗോഡ്. അപ്പം നമ്മളും അവരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. നമ്മളെ കൂട്ട് തന്നെ പ്രാധാന്യമുണ്ട് മറ്റുള്ളവരുടെ ആത്മാവിനും. ദൈവത്തെ സംബന്ധിച്ച് ഒരുപക്ഷെ അവരുടെ ആത്മാവിനായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഉദാഹരണം പറയുവാണെങ്കിൽ, ദൈവത്തെ ഏറ്റവും കൂടുതൽ അനുസരിക്കുകയും സേവിക്കുകയും ചെയ്ത ഒരു സുവിശേഷകനായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസ്. അദ്ദേഹം ഇന്ത്യയിൽ പോയി ദൈവത്തെ യേശുക്രിസ്തുവിനെ അറിയാൻ വരാത്ത ആൾക്കാരുടെയൊക്കെ പ്രവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലും വാക്കിലും കൂടെ സുവിശേഷം അവരെ അറിയിച്ചു, രക്ഷയിലേക്ക് നയിക്കുവാനായിട്ട് സുവിശേഷം അറിയിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഗ്രഹാം സ്റ്റെയിൻസിന് എന്താ സംഭവിച്ചത്? ദൈവത്തിനറിയാം അദ്ദേഹത്തിന് ഈ പ്രയാസങ്ങളും ദുരിതങ്ങളിൽ കൂടെ കടത്തി വിടുകയാണെങ്കിൽ അദ്ദേഹം കംപ്ലൈൻറ്റ് പറയില്ല, അദ്ദേഹം പുറകുറിക്കില്ല എന്നറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഇതിനായിട്ട് അയച്ചു. അവിടെ ചെന്ന് അവസാനം ദൈവം അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ, അദ്ദേഹത്തിൻ്റെ മാത്രമല്ല ആൺമക്കളുടെ ജീവനും അവർക്ക് വേണ്ടി അവിടെ ബലി കഴിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വലിയ ബലിയാൽ തന്നെ അനേകം ആൾക്കാർ യേശുക്രിസ്തുവിലേക്ക് കടന്നു വന്നു, ദൈവത്തെ അറിയുവാനായിട്ട് സാധിച്ചു. അപ്പം അങ്ങനെ ദൈവത്തിന് ഏറ്റവും ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ അവരെയൊക്കെ സാക്രിഫൈസ് ചെയ്ത് കൂടുതൽ ആൾക്കാരെ യേശുവിലേക്ക് കൊണ്ടുവരാനായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെയുള്ള ആൾക്കാർ. അപ്പോൾ ഗോസ്പൽ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നാൽ നമ്മൾ നമ്മുടെ ജീവിതം മുഴുവൻ ദൈവത്തിനായി സമർപ്പിക്കും. അങ്ങനെ സമർപ്പിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ഗോസ്പൽ നമ്മൾ ശരിക്കും അറിഞ്ഞിട്ടില്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു വിത്തുമണി നിലത്ത് വീണ് അഴുകി ചത്തുപോയാൽ മാത്രമേ മറ്റൊരു ചെടി കിളുത്തു വരുന്നുള്ളൂ. അപ്പോൾ അത് മനസ്സിലാകാതെ ഞാൻ വലിയ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ഞാൻ വലിയ പള്ളിഭക്തനാണ്, ഞാൻ പള്ളിയിൽ പോകും, ഞാൻ എല്ലാ കാര്യങ്ങളും പങ്കെടുക്കും, രക്ഷ എനിക്ക് സുനിശ്ചിതം എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് ഒരിക്കലും രക്ഷ ലഭിക്കുവാനായിട്ട് പോകുന്നില്ല. കാര്യം അവർക്ക് സുവിശേഷം അറിയില്ല. യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, മുൻപന്മാർ പിൻപിലും പിൻപന്മാർ മുൻപിലുമാവും. പലപ്പോഴും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, എന്നും പള്ളിയിൽ പോകുന്നതും എന്നും സുവിശേഷത്തിൻ്റെ പുറകെ നടക്കുന്നതും ഹൃദയത്തിൽ തട്ടാതെയാണെങ്കിൽ, ഹൃദയത്തിൽ യഥാർത്ഥ ഗോസ്പൽ ഇല്ലാതെ, സുവിശേഷം ഇല്ലാതെയാണെങ്കിൽ അത് വ്യർത്ഥമാണ്. ഇനി ഞാൻ അവസാനത്തെ പോയിന്റ് പറയുകയാണ്. സുവിശേഷം നമ്മൾ മറ്റുള്ളവർക്ക് പറയുന്നില്ല എങ്കിൽ, അതിനകത്ത് ലജിക്കുകയാണെങ്കിൽ അതിനകത്ത് 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ.
ഒന്ന്, ഞാൻ സുവിശേഷം അറിഞ്ഞു, എനിക്ക് രക്ഷ ലഭിച്ചു. ഇനി മറ്റുള്ളവർക്ക് കിട്ടുന്നത് ഇത് കിട്ടുന്നത്, ലഭിക്കുന്നത്, ഇത് മനസ്സിലാകുന്നതിൽ ഞാൻ അസൂയപ്പെടുന്നു. ആ ഒരു അസൂയ എന്നുള്ള ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം, യു ആർ ബീയിങ് സെൽഫിഷ്. രണ്ടാമത്തെ കാരണം, ശരിക്കും നിങ്ങളിത് അനുഭവിച്ചിട്ടില്ല. ശരിക്കും ഗോസ്പൽ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇറ്റ് ഈസ് എ ഫ്രീ ഗിഫ്റ്റ്. അത് മറ്റുള്ളവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക. അത് കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ശരിക്കും ദൈവത്തെ അറിഞ്ഞിട്ടില്ല. പൗലോസ് ഇവിടെ പറയുന്നത് വളരെ ആവേശത്തോടെ ആണ് പറയുന്നത്. ഞാൻ സുവിശേഷത്തിൽ ലജ്ജിക്കുന്നില്ല, ഞാനിത് പ്രഘോഷിക്കും, മറ്റുള്ളവരുടെ അടുക്കൽ ഞാനിത് പോയി സുവിശേഷം അറിയിക്കും. അത്രയ്ക്ക് ആവേശത്തിൽ പറയേണ്ട ഒരു കാര്യമാണ് സുവിശേഷം. അല്ലാതെ ഒരിക്കലും സ്വന്തം ഹൃദയത്തിൽ വെച്ച് മൂടി അവിടെ ഇരിക്കാനുള്ളതല്ല. ഒരു മെഴുകുതിരി കത്തിക്കുകയാണെങ്കിൽ അത് മേശയ്ക്കടിയിൽ കൊണ്ടുപോയി വെക്കുകയല്ല ചെയ്യുന്നത്, അത് തണ്ടിന്മേൽ വെച്ച് നമ്മൾ ഉയർത്തി വെക്കും. അപ്പോൾ അതുപോലെ വി ഷുഡ് ബി ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു.